ഹായ്, SSLC പരീക്ഷയുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെറ്റ് എ ബി സിയും മോഡലും ഒന്ന് നോക്കി. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ക്രിയേറ്റീവ് റൈറ്റിങ്ങിലാണ് മാർക്സ് പോകുന്നത്. 7 മാർക്സ് 6 മാർക്സ് എന്നുള്ള രീതിയിലെല്ലാം മാർക്സുകൾ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ ഫോർമാറ്റിലേക്ക് മാറ്റിയപ്പോൾ എനിക്ക് മനസ്സിലായത് സ്റ്റോറി റിവ്യൂ, റൈറ്റപ്പ് റിവ്യൂ, സെറ്റ് ബിയിലാണെങ്കിൽ സ്ക്രിപ്റ്റ് ഓഫ് ബ്രോഡ്കാസ്റ്റ്, ഷോർട്ട് സ്പീച്ച്, പോയം അപ്രീസിയേഷൻ, പാരഗ്രാഫ് റൈറ്റിംഗ്, അങ്ങനെ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത് മോഡലിൻ്റെ ഒരു ഭാഗമാണ്. ഇത് സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി. അപ്പോൾ ഇതിൽ ഈ റെഡിൽ കാണിക്കുന്നതാണ് 7 മാർക്സ്. ഇതെല്ലാം 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ബയോഗ്രാഫി എല്ലാ സെറ്റിലും റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്, സെറ്റ് സിയിൽ മാത്രമില്ല. ന്യൂസ് ആർട്ടിക്കിൾ ഏകദേശം എല്ലാത്തിലും കാണുന്നുണ്ട്. പിന്നെ ഇമെയിൽ കുറച്ചൊരു കണ്ടിന്യൂസ് ആയിട്ട് 2-3 സ്ഥലത്തുണ്ട്. പിന്നെ സ്റ്റോറി അല്ലെങ്കിൽ പാരഗ്രാഫ് നറേഷൻ, പാരഗ്രാഫ് നറേറ്റീവ്, അതെല്ലാം ഓരോന്നായിട്ട് പല തരത്തിലും കൊടുക്കുന്നുണ്ട്. പ്രൊമോഷണൽ ടാഗ് ലൈൻസ്, ആഡ് ക്രിയേഷൻ, ഇതെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊരു കാറ്റഗറൈസ് ചെയ്തപ്പോൾ നറേറ്റീവ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഫോർമാറ്റുകൾ ഷോർട്ട് സ്റ്റോറീസ്, നോവൽസ്, നറേറ്റീവ് പാരഗ്രാഫ്സ്, പിന്നെ ക്രിയേറ്റീവ് എൻഗേജിങ് സ്റ്റോറീസ് ആൻഡ് ഇമ്മേഴ്സീവ് വേൾഡ്സ്, പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ് വേറൊരു ടൈപ്പ്. അതിലിപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച് പോഡ്കാസ്റ്റ് സ്ക്രിപ്റ്റ്, മൂവീസ്, പോഡ്കാസ്റ്റ് സ്ക്രിപ്റ്റാണ് മെയിനായിട്ട് വന്നത്. ജേർണലിസം ആൻഡ് ന്യൂസിൽ വന്നത് ന്യൂസ് ആർട്ടിക്കിൾസ്, റിപ്പോർട്ട്സ് എഴുതാനുണ്ട്. മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് റിലേറ്റഡ് കാറ്റഗറിയിൽ വരുന്നത് അഡ്വർടൈസ്മെൻ്റ് ആണ് വരുന്നത്. നമ്മളിവിടെ കാണാം. പ്രൊമോഷണൽ ടാഗ് ലൈനുണ്ട്. പിന്നെ സെറ്റ് സിയിലൊരു ആഡ് ക്രിയേഷനുണ്ട്. ഓക്കെ, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ് ഇമെയിൽ ആൻഡ് ഡയറി മേക്കിംഗ്, ലെറ്റർ റൈറ്റിംഗ്. ഇതെല്ലാം നമ്മൾ ഓഫീസ് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇമെയിൽ. പിന്നെ ഈവൻറ്റ് പ്ലാനിങ് ആൻഡ് പ്രൊമോഷനിൽ വരുന്നതാണ് ഈവൻറ്റ് ഇൻവിറ്റേഷൻ. അത് ബയോഗ്രാഫി ഏകദേശം നമുക്ക് മനസ്സിലാക്കാം, ഒരു 80% അബോവ് ചാൻസ് ഉള്ളൊരു സംഭവമാണ് ബയോഗ്രഫി. പിന്നെ ഒരു ഈവൻറ്റ് ഇൻവിറ്റേഷന് ചോദിക്കാൻ ഒരു 60 അബോവ് ചാൻസ് ഉണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു റിപ്പീറ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, ഫോർ എക്സാമ്പിൾ ഇമെയിൽ, ബയോഗ്രഫി ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബയോഗ്രഫി എങ്ങനെയാണ് ചെയ്യാമെന്ന് ഒരു എക്സാമ്പിൾ എടുത്തിട്ട്, സെറ്റ് എയിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇവിടെയാണ്. ഇത് സെറ്റ് എയിൽ വന്ന ക്വസ്റ്റ്യൻ. യൂസിങ് ദ ക്ലൂസ് ഗിവൺ ബിലോ റൈറ്റ് എ ബയോഗ്രഫിക്കൽ സ്കെച്ച് ഓഫ് ഗബ്രിയൽ ഗാർഷ്യ മാർക്വസ്, ബോൺ ഓൺ മാർച്ച് 6, 1927. അത് ഏർലി ലൈഫ് പറയാണ്. സ്റ്റഡീഡ് ലോ അറ്റ് ദ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് കൊളംബിയ. പിന്നെ മേജർ ഇവൻറ്റ്സ് പറയുന്നുണ്ട്. വർക്ക്സ് ആസ് എ ജേർണലിസ്റ്റ്, പബ്ലിഷ് 100 years of solitude. Accomplishments: pioneer in magical realism, wrote celebrated novels Love in the Time of Cholera, Chronicles of a Death. Foretold: won the Nobel Prize in Literature in 1982. Interesting facts: known for affectionately as Gabo. ഇതാണ് ബയോഗ്രഫിക്കൽ സ്കെച്ച് വരുന്നത്. അപ്പോൾ ഈ ബയോഗ്രാഫിക്കൽ സ്കെച്ചിൽ നമ്മൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ യൂസ് ചെയ്യണം. ക്ലിയർ ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ വേണം. വെൽ ഓർഗനൈസ്ഡ് ഡീറ്റെയിൽസ് ആയിരിക്കണം. ഇറ്റ് വിൽ ബി ഡിസ്ക്രിപ്റ്റീവ് വൊക്കാബുലറി. ഇപ്പോൾ സ്റ്റെപ്പ് 1 നമുക്ക് നോക്കാം. ഗിവ് എ പ്രോപ്പർ ടൈറ്റിൽ. അപ്പോൾ നമ്മൾ ചെയ്തത് ഗബ്രിയൽ ഗാർഷ്യ മാർക്വേസിൻ്റെ ആണ്. അപ്പോൾ അതിനൊരു പ്രോപ്പർ ടൈറ്റിൽ ഇപ്പോൾ കൊടുത്തത് മാസ്റ്റർ ഓഫ് മാജിക്കൽ റിയലിസം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ, സ്റ്റുഡൻസിന് അത് വായിക്കുമ്പോൾ ഏത് ഒരു ടൈറ്റിലാണോ വരുന്നത് അത് ഉപയോഗിക്കുക. ആ പേഴ്സൻ്റെ നെയിം ഫസ്റ്റിൽ യൂസ് ചെയ്യുക. റിഫ്ലക്ട് ദെയർ കോൺട്രിബ്യൂഷൻ ഓർ ഐഡൻറ്റിറ്റി. അപ്പോൾ അതിൽ നമ്മൾ ഹൈഫൺ കൊടുത്തിട്ട് ബാക്കി സെക്കൻഡ് പാർട്ടിൽ ഒരു റിഫ്ലക്ട് ദെയർ കോൺട്രിബ്യൂഷൻ. ഇപ്പോൾ മാജിക്കൽ റിയലിസം, അപ്പോൾ അതൊരു വേറൊരു പോയറ്റാണെങ്കിൽ ദ ഗ്രേറ്റ് പോയറ്റ്സ് ഓഫ് 20th century, അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ ടൈറ്റിൽ കൊടുക്കുക. അപ്പോൾ ഈ ടൈറ്റിൽ തന്നെ ഏകദേശം നമുക്കൊരു മാർക്ക് കിട്ടും. പിന്നെ ഇൻട്രൊഡക്ഷൻ, ഒരു ഏർലി ലൈഫിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇപ്പോൾ ഗബ്രിയേൽ മാർക്വസ് വാസ് റിനൗണ്ട് കൊളംബിയൻ നോവലിസ്റ്റ് ആൻഡ് ജേർണലിസ്റ്റ്. ഹി വാസ് ബോൺ ഓൺ March 6, 1927 ഇൻ അന്റാർട്ടിക്ക, കൊളംബിയ. അപ്പോൾ അതെങ്ങനെ അതിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി ലൈഫിനെ നമ്മൾ ജസ്റ്റ് സമ്മറൈസ് ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് മോഡലാക്കി എഴുതുകയാണ്. അപ്പോൾ ഏർലി ലൈഫ്. പിന്നെ വരുന്നത് നമുക്ക് കാണാം മേജർ ഇവൻറ്റ്സ് ആണ്. അതായത് കരിയർ ആൻഡ് മേജർ ഇവൻറ്റ്സ് ആണ് സ്റ്റെപ്പ് 3യിൽ വരുന്നത്. ലേറ്റർ മാർക്കസ് വർക്ക്ഡ് ആസ് എ ജേർണലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. ഇൻ 1967 he published his famous novel
100 years of solitude, which brought him worldwide recognition. Moreover, he became a pioneer in magical realism. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നോക്കാം. മേജർ ഇവൻറ്റ്സ് ഉണ്ടോ, മൂന്ന് സെൻറ്റൻസ് ആണ്, പിന്നെ അക്കംപ്ലിഷ്മെൻറ്റ് ഇത് 2 സെൻറ്റൻസ്. അപ്പോൾ ഈ 5 സെൻറ്റൻസുകൾ ഒന്ന് സമ്മറൈസ് ചെയ്ത് കുറച്ചൊരു നല്ല രീതിയിൽ എഴുതുന്നതാണ് അവിടെ ആ ഒരു അക്കംപ്ലിഷ്മെൻറ്റ്, കരിയർ ആൻഡ് അക്കംപ്ലിഷ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാനേ വേണം. അപ്പോൾ നമുക്ക് സെറ്റ് എയിലും ബിയിലും സിയിലും മോഡൽ ക്വസ്റ്റ്യനിലും ഇതുമാതിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് എഴുതുക. പിന്നെ വരുന്നത് അച്ചീവ്മെൻറ്റ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് സ്റ്റെപ്പ് 4 ക്രോണിക്കിൾസ് ഓഫ് എ ഡെത്ത് ഫോർടോൾഡ്. ദീസ് വർക്ക്സ് എസ്റ്റാബ്ലിഷ് ഹിം വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് മോഡേൺ ലിറ്ററേച്ചർ. അപ്പോൾ ഈ 2 വർക്കാണ് മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിരുന്നല്ലോ നമ്മളെ ഒരു ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഫോർടോൾഡ്, അദ്ദേഹത്തിൻ്റെ നോബൽ പ്രൈസ് ലിറ്ററേച്ചർ ഉണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്, അതായത് ഡെത്തും മെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാർക്ക് എങ്ങനെ, ഫുൾ മാർക്ക് എങ്ങനെ കൊടുത്തതെന്നുള്ളതൊന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ നമ്മൾ ടൈറ്റിൽ കൊടുത്തു, 1 മാർക്ക് സ്കോർ ചെയ്തു. ഒരു ഇഫക്റ്റീവ് ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ നമ്മൾ കൊടുത്തു, അപ്പോൾ അതിനൊരു മാർക്ക്. പിന്നെ ഓർഗനൈസേഴ്സ് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു, കരിയർ അച്ചീവ്മെൻറ്റ്സ്, അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എല്ലാം കൊടുത്തു. പിന്നെ യൂസസ് അപ്രോപ്രിയേറ്റ് ഡിസ്ക്രിപ്റ്റീവ് വൊക്കാബുലറി. അപ്പോൾ നമ്മൾ ആ സെൻറ്റൻസ് എഴുതുമ്പോൾ നല്ല കറക്റ്റ് കണക്റ്റീവ് വേർഡ്സ് ആയിരിക്കണം. യൂസർ പ്രോപ്പർ ലിങ്ക്സ് ഫോർ കണക്റ്റിംഗ് ദ ഐഡിയാസ്, ആ ഒരു ഐഡിയാസ് കണക്ട് ചെയ്ത് വരണം. യൂസസ് പ്രിസൈസ് ആൻഡ് കൺസൈസ് ലാംഗ്വേജ്. നമ്മൾ വളരെ ഒരു ആൻസർ കണ്ടില്ല, ഹി വാസ് ബോൺ ഓൺ March 16. although he studied law at he later chooses later he. അപ്പോൾ ഇത് നമുക്ക് ഒരു 2-3 പാരഗ്രാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മിസ്സിനോടോ ആർക്കായിട്ട് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യുക, അവരെന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതിന് 6 മാർക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയതാണ്. അതുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇതുമാതിരത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലൊരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കത് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പാരഗ്രാഫായിട്ട് ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഓക്കെ.